എന്ന നിലയിൽ മത്സരം ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ കൂടുതൽ സബ്സ്റ്റിറ്റ്യൂട്ട് നടക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ നോക്കുകയാണെങ്കിൽ നൊറാസ്, അതേപോലെ സന്ദീപ്, ബ്രൈസ് മിറണ്ട, പ്രീതം കൊട്ടാൽ, യോഹിബ വികാസ്, ഇഷാൻ പണ്ഡിറ്റ്, അസർ ശ്രീകുട്ടൻ, നവോച്ച സിംഗ് എന്നിവരൊക്കെയാണ് സൈഡ് ബെഞ്ചിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 11 നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഗോൾ കീപ്പർ സോമാണ്. സഹി ഫോർമി പറവെ മിലസ് ചലിബൻ, അഡ്രിൻ ലൂണ ക്യാപ്റ്റൻ സ്ഥാനത്ത്, ഡാനിഷ് ഫറൂഖ്, ഫ്രെഡി ഐമൻ, പെപ്രാൻ മസദുയി എന്നിവരൊക്കെയാണ് ഫസ്റ്റ് 11 ഇടം പിടിച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡുറൻഡ് കപ്പ് മത്സരത്തിൽ. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മെയിൻ ടീമിനെയാണ് കളിപ്പിക്കുന്നത്. 14 124 വോട്ടുകൾ. സിദ്ദിഖ് പറമ്പിൽ, ഹായ് സിദ്ദിഖ് കമന്റ് ഇട്ടിട്ടുണ്ട്. ഹായ് ബ്രോ, കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നില്ലെന്ന് ബ്രോ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. വീണ്ടും ഒരാൾ വന്നിരിക്കുകയാണ് ലൈവിൽ. ആ ഒരാൾ തന്നെ ലൈവ് കാണാൻ നിൽക്കുകയാണ്. ആ ലൈവിൽ നിന്ന് ആ ഒരാൾ എത്രയും വേഗം കമന്റ് ബോക്സിൽ ആരാന്ന് അറിയിക്കുക. അറിയാവുന്നതാണ് ധാരാണയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിലനിൽക്കുന്ന ഒരാളാണ് നമുക്ക്. നീലാകാശം ചേരുന്നേ കാണാൻ പെൺതാരമാ മാറിൽ വരൂ ആരും വെണ്ണില ചിറകുള്ള രാത്രിയിൽ കാതിൽ തേൻ മഴയായി പാടു പാട്ടി കുളിരെ. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരം സെക്കൻഡ് ഹാഫ് ആരംഭിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും മുംബൈ സിറ്റി FC ഗോൾ പോസ്റ്റിലേക്ക് പ്രഷർ നടത്തുകയാണ്. 15 ലൈക്കായിക്കൊണ്ട് 127 വോട്ട് നൽകിയിട്ടുണ്ട് ആരാധകർ. വെറും 6% മാത്രമാണ് മുംബൈ സിറ്റി FC വിജയിക്കുമെന്ന് ആരാധകർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 100% ഉറപ്പിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കാൻ പോകുകയാണ്. ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡുറൻഡ് കപ്പിലെ വിജയം തന്നെയാണ്. ആദ്യ മത്സരത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ അതൊരു മികച്ച ഫോമിൽ കളിച്ച് ഡുറൻഡ് കപ്പ് സ്വന്തമാക്കാം.